ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പൽക്കാലത്തെ ചിന്തയ്ക്കായി എക്സ് 190 പുറപ്പാട് പുസ്തകം 1:19. സൂതി അർമ്മികൾ ഫറവോനോട്, ഇസ്രായേൽ സ്ത്രീകളെ പോലെയല്ല, അവർ നല്ല തിറമുള്ളവർ. സൂതി അർമ്മികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ച് കഴിയും എന്ന് പറഞ്ഞു. സ്തോത്രം. സ്വർഗീയ പിതാവേ, ഈ നല്ല വചനത്തിനായ സ്തോത്രം. താവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുവചനത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. വചനത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കണം. യേശുനാമം തന്നെ, ആമേൻ. ഇവിടെ നമുക്ക് കഴിയാൻ കഴിയുന്നുണ്ട്. ഫറവോൻ്റെ അടിമത്തത്തിലാണ് യോസഫ് മരിച്ചു. യോസഫിൻ്റെ തലമുറകൾ മരിച്ചു. പിന്നീട് ഒരു തലമുറകൾ കടന്നു വരുമ്പോൾ അവിടെ ക്രൂരരായ മനസ്സിലില്ലാത്ത ഫറവോനാണ് കടന്നു വരുന്നത്. ആ ഭരണം മിസ്രൈമിനെ ഭരിക്കുവാൻ ജനം പെറ്റുപെരുകുന്നത് 1 മുതൽ 2, 3, 4 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാനുണ്ട്. ജനം പെറ്റുപെരുകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആൺകുഞ്ഞുങ്ങളെയൊക്കെയും ഫറവോൻ പറയുകയാണ്, ആൺ തലമുറകളെയൊക്കെയും കൊന്നുകളയണം, പെൺകുഞ്ഞുങ്ങളെ വെച്ചേക്കണം, ആൺകുഞ്ഞുങ്ങളെയൊക്കെയും കൊന്നുകളയണമെന്ന് പറയുകയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഈ സൂതികർമ്മിണികളോട് പറയുക. സൂതികർമ്മിണി എന്ന് പറഞ്ഞാൽ അന്ന് പ്രസവം എടുക്കുന്നവർ, അല്ല അന്ന് ഹോസ്പിറ്റലുകളൊന്നുമില്ല, അന്ന് ഭവനങ്ങളായിരുന്നു പ്രസവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഈ സൂതികർമ്മിണി അല്ലെങ്കിൽ മിഡ്വൈഫ് പ്രസവം എടുക്കുന്ന നേഴ്സുമാർ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നേഴ്സുമാർ, അങ്ങനെയുള്ളവർ അന്നത്തെ കാലത്ത് വീടുകളായിരുന്നു വന്ന് പ്രസവം എടുക്കുന്നത്. അപ്പോൾ ആ സൂതികർമ്മിണികളോട് ഈ ഫറവോ രാജാവ് പറഞ്ഞിട്ടുണ്ട്, എന്തുവാ, പെൺകൊച്ചുങ്ങളെ വെച്ചേക്കണം, ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നു കളയണം, ഒരു ജനറേഷൻ ഉണ്ടാകാൻ പാടില്ല. അതിനാണ് അവർ അങ്ങനെ ചെയ്തത്. സ്തോത്രം. അപ്പോൾ പക്ഷേ സൂതികർമ്മിണികൾ വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 21-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടു. വേഴ്സ് 1:21 കാണുന്നുണ്ട്, സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ ദൈവത്തിന് അതിൽ നിന്ന് കരുണ ലഭിക്കാനായിട്ട് അയച്ചിരുന്നു. അതുകൊണ്ട് ഈ ദൈവഭയം കൊണ്ട് സൂതികർമ്മിണികൾ എന്ത് ചെയ്തു, ആൺകുഞ്ഞുങ്ങളെല്ലാം വെച്ചു. സ്തോത്രം. അവരാരെയും കൊന്നു കളഞ്ഞില്ല. കാരണം മറ്റൊരു കാരണം കൂടെ അവിടെ അവർ ഈ സൂതികർമ്മിണികൾ തന്നെ ഫറവോനോട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. കാരണം സൂതികർമ്മിണി ഫറവോനോട് പറയുകയാണ്, എബ്രായ മിസ്രൈം സ്ത്രീകളെ പോലെ അല്ല, കാരണം അവർ നല്ല തിറമുള്ളവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കാരണം ഈ നേഴ്സുമാർ അല്ലെങ്കിൽ ഈ സൂതികർമ്മിണികൾ വരുന്നതിന് മുമ്പേ ഈ എബ്രായ സ്ത്രീകൾ തൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിയും. അങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുഞ്ഞുങ്ങളെടുത്ത് അവർ മാറോട് ചേർത്ത് പഠിക്കും. പിന്നെ അവരിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ എടുക്കുക സാധ്യമായിരുന്നില്ല. സ്തോത്രം. തട്ടിപ്പറിക്കാൻ സാധ്യമായിരുന്നില്ല. സ്തോത്രം. ഒരു കുഞ്ഞുങ്ങളെയും അതുകൊണ്ട് തന്നെ ആൺകുഞ്ഞുങ്ങളെയൊക്കെ ഈ എബ്രായ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞു. സ്തോത്രം. ഈ പ്രസവം മുന്നമേ ഇവർ വരുന്നതിന് മുമ്പ് ഈ പ്രസവം നടന്നതുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് രക്ഷപ്പെടുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. സ്തോത്രം. അതാണ് ഇവിടെ ഫറവോനോട് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പോൾ ആ എബ്രായ സ്ത്രീകൾ തിറമുള്ളവർ എന്ന് പറയുമ്പോൾ ആ വചനത്തിന് അവർ ദൈവഭയമുള്ള സ്ത്രീകൾ മാത്രമായിരുന്നില്ല, എല്ലാ വിധത്തിലും പെർഫെക്റ്റ് ആയിരുന്നു അവർ. സ്തോത്രം. അതാണ് ഇവർ പറയുന്നത്. നമ്മളെ നല്ല ബലമുള്ളവർ, നല്ല ഐശ്വര്യമുള്ളവർ, അല്ലെങ്കിൽ ദൈവവചന പ്രകാരം നല്ല പ്രാഗൽഭ്യമുള്ളവർ സ്ത്രീകളായിരുന്നു. സ്തോത്രം. നല്ല തിറമുള്ളവർ. അതിൻ്റെ യഥാർത്ഥ മീനിങ്സ് എനിക്ക് കിട്ടുന്നില്ല. സ്തോത്രം. എൻ്റെ നല്ല പെർഫെക്റ്റ് ഉള്ളതായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് അവരുടെ അടുക്കൽ ചെല്ലുന്നതിന് മുമ്പേ അവർ പ്രസവിച്ച് കഴിഞ്ഞിരുന്നു. സ്തോത്രം. ദൈവം അത് അവർക്ക് കൊടുത്തിരുന്ന ഒരു ആനുകൂല്യമായിരുന്നു. സ്തോത്രം. മാത്രമല്ല അന്നത്തെ ആ സൂതികർമ്മിണികൾക്ക് ദൈവത്തോട് ഭയമുണ്ടായിരുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ എല്ലാ നിലവുകളിലും പ്രവൃത്തിയിലും സ്തോത്രം നമുക്ക് ദൈവഭയം ഉണ്ടായിരിക്കണം. ദൈവത്തെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അനീതി പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. അനീതി ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. അത് അവർ ഒരു സ്ത്രീകളായിരുന്നിട്ട് പോലും അവർക്ക് ദൈവത്തിന് ഭയമുള്ളതുകൊണ്ട് അവർക്ക് ആ ഫറവോൻ ഏൽപ്പിച്ച ആ തിന്മ ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. സ്തോത്രം. നമ്മൾ സഹോദരിമാരാണല്ലോ. സ്തോത്രം. ഇന്ന് പള്ളിക്കാലം നമ്മൾ ആ വചനം നമുക്ക് ഏറ്റെടുക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ ആ ഭയം. ഹല്ലേലൂയ. അത് സഹോദരന്മാരുമായി മാത്രമല്ല, നമ്മൾ സഹോദരിമാരായി നമുക്കും ആ ആ പെർഫെക്റ്റ് ദൈവത്തിലുള്ള ആ പ്രാഗൽഭ്യം ഉണ്ടാകുവാനിടയായിത്തീരട്ടെ. സ്വന്തം എല്ലാ മണ്ഡലങ്ങളിലും ബുദ്ധിയുള്ള സഹോദരിമാർ ഭവനം പണിയുന്നു എന്ന് കത്തിട്ട് അവൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ.
അത് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് സദൃശവാക്യത്തിൽ കാണുന്നുണ്ട്. ഒരുവനോട് നന്നായി ഭവനം നോക്കുന്നു ഒക്കെ സ്ത്രീ സഹോദരിമാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എബ്രായ സ്ത്രീകളെ കുറിച്ച് പറയുകയാണ്. അവർ സൗദി ഗർഭിണികൾ വരുന്നതിന് മുമ്പേ അവർ പ്രസവിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കഴിയുമായിരുന്നു. അവർ തിറമുള്ളവരായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ സഹോദരിമാരെ ഹല്ലേലൂയ നമ്മളെ ഈ ഭൂതലത്തിൽ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ അതുകൊണ്ട് ഒരു ദോഷം ചെയ്യുവാൻ അവർ ഭയപ്പെട്ടു. ഹല്ലേലൂയ. സ്വന്തം ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവർ ദോഷം ചെയ്യുവാൻ ഭയപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു അനീതി പുറപ്പെടുവാനായിട്ട് കഴിയരുത്. നമുക്ക് ഇന്ന് മാധ്യമങ്ങളൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്തെല്ലാം സഹോദരി കഴിഞ്ഞ ഒരു സഹോദരനെ ഹല്ലേലൂയ ആത്മഹത്യയിലേക്ക് നയിച്ചു. ഒരു കുഞ്ഞാണ്, ഒരു കൊച്ചു ഒരു യൗവനക്കാരത്തി കൊച്ചാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദൈവമക്കളെ. തിന്മയുടെ ശക്തി ഈ നാളുകളിൽ പ്രബലമാകുമ്പോൾ പ്രിയ സഹോദരിമാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാം. ദൈവത്തിൻ്റെ ഭയം നമ്മൾ വീഴട്ടെ കർത്താവ്. നമുക്ക് ഭയമുണ്ട്, നമ്മൾ ദൈവത്തെ ഭയമുണ്ടെങ്കിൽ നമുക്ക് തിന്മ ചെയ്യാൻ കഴിയില്ല, അനീതി ചെയ്യാൻ കഴിയത്തില്ല ദൈവമക്കളെ. സ്തോത്രം. ആകയാൽ ഈ ദിവസങ്ങളിൽ ഈ നാളുകളിൽ എബ്രായ സ്ത്രീകൾ പ്രകാരം തീർന്നവരായി തീരുവാൻ, ദൈവത്തിന് ഭയമുള്ളവരായി തീരുവാൻ നമുക്ക് സഹായിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു.